കേന്ദ്ര സർക്കാരിൻ്റെ FCRA കരിനിയമം പിൻവലിക്കണമെന്ന് തിരുവമ്പാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി CK ഖാസിം പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢനീക്കമാണെന്നും അതിൻ്റെ ഇരകളാകുക ജീവകാരുണ്യ സംഘടനകളുടെ അടക്കം തണലിൽ കഴിയുന്ന പാവങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമായി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ഭേദഗതി ബില്ല് കരിനിയമമാണെന്നും അത് പിൻവലിക്കാതെ ഇനി വിശ്രമമില്ലെന്നും തിരുവമ്പാടിയിലെ UDF സ്ഥാനാർത്ഥി CK ഖാസിം പറഞ്ഞു. NGOകളും പള്ളികളും കോൺവെൻറ്റുകളും നാട്ടിലെ അനാഥാലയങ്ങളും പാലിയേറ്റീവ് കെയർ സെൻ്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും കെട്ടിപ്പടുത്തത് വിദേശത്തുള്ള പ്രവാസികളുടെയും നാട്ടുകാരുടെയും വിയർപ്പിലാണ്. എന്നാൽ പുതിയ FCRA നിയമം വഴി ഈ ആസ്തികൾ എപ്പോൾ വേണമെങ്കിലും കൈക്കലാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകിയിരിക്കുകയാണ്. ലൈസൻസ് പുതുക്കുന്നതിലെ ഒരു ചെറിയ പിശക് മതി സ്ഥാപനങ്ങളുടെ അധികാരം കേന്ദ്ര ഏജൻസികളാൽ പിടിച്ചെടുക്കപ്പെടാൻ. കേന്ദ്ര സർക്കാരിൻ്റേത് ഗൂഢനീക്കമാണെന്നും അതിൻ്റെ ഇരകളാകുക ജീവകാരുണ്യ സംഘടനകളുടെ അടക്കം തണലിൽ കഴിയുന്ന പാവങ്ങളാണെന്നും CK ഖാസിം പറഞ്ഞു. തിരുവമ്പാടിയിലെ എല്ലാ NGOകൾക്കും സ്ഥാപനങ്ങൾക്കും ഈ FCRA നിയമം കൃത്യമായി പാലിക്കാനും കേന്ദ്രത്തിൻ്റെ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു പ്രത്യേക ലീഗൽ എയ്ഡ് വിങ് മണ്ഡലത്തിൽ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനവിധി അനുകൂലമായാൽ കേന്ദ്രത്തിൻ്റെ ഇത്തരം കരിനിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ ശബ്ദമുയർത്തും. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇത്തരം സ്ഥാപനങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം ആവശ്യപ്പെടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ വികസനവും നാടിൻ്റെ ക്ഷേമ പദ്ധതികളും കൃത്യമായി കാഴ്ചപ്പാടോടുകൂടി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാം. കഴിഞ്ഞ 3 ദശകത്തിലധികമായി ഈ മേഖലയിൽ പൊതുപ്രവർത്തകനായി ജനപ്രതിനിധിയുമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിചയ സമ്പത്തുമായിട്ടാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത്. വിദേശത്തുള്ള മലയാളികൾ തങ്ങളുടെ നാടിൻ്റെ വികസനത്തിനായി അയക്കുന്ന പണം കൃത്യമായി വിനിയോഗിക്കാൻ തടസ്സമില്ലാത്ത സാഹചര്യം ഉറപ്പാക്കും. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തിൽ കൈകടത്താൻ ആരെയും അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും CK ഖാസിം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.